ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആര് വിശ്വസിച്ചു? ഞങ്ങൾ ആരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദോഷവും കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മേലിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. എന്തൊരു ക്രൂരത ഇവരൊക്കെ പറഞ്ഞു വരുത്തുന്നത്. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണെന്നാണ് പൊതുവെ പറയുന്നത്. ആ കുഞ്ഞുങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ ആരോപണം പറയുന്നവര് എത്ര നീചന്മാരായിരിക്കും. അവന്തികയാണല്ലോ ഈ വീട്ടിൽ ഇതിന്റെയൊക്കെ ഉപജ്ഞാതാവ്. സന്ദീപേ, ഇവര് കാണാൻ പോയ ആ ജോത്സ്യൻ ആരാണെന്ന് ഒന്ന് കണ്ടുപിടിക്കണം. അയാളെ ശരിക്കും ഒന്ന് കണ്ടാൽ അറിയാം സത്യം എന്താണെന്നുള്ളത്. അതൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം. സന്ദീപ് ഇരിക്കെ, ഭക്ഷണം കഴിക്കാം. എനിക്കിപ്പോ വിശപ്പില്ല. അവന്തിക എടുത്ത് പറയുന്നത് വിശ്വസിച്ചിട്ടൊന്നുമല്ല. പക്ഷെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോ അതിൽ ചിലതൊക്കെ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നി. എന്റെ കാര്യത്തിൽ സംഭവിച്ചത് പോട്ടേന്ന് വെക്കാം. പ്രഗ്നൻസി അബോർട്ടായി പോയത് എന്റെ വിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. പക്ഷെ അതിനെ തുടർന്ന് ഇങ്ങോട്ടുണ്ടായ കാര്യങ്ങളോ? ഇതെല്ലാം സംഭവിച്ചത് എപ്പോഴാ? അർച്ചനടുത്തി പ്രഗ്നന്റ് ആയതിനു ശേഷം. മതി, നിർത്ത്. ഇങ്ങനെ നീ ഓരോന്നിനെ ന്യായീകരിക്കല്ലേ? എന്താ ഞാനീ പറഞ്ഞതൊക്കെ സത്യമല്ലേ? നിന്റെ മണ്ടൻ സത്യങ്ങൾ ഈ മേശപ്പുറത്ത് വിളമ്പണ്ട. അതെടുത്ത് വെള്ളം തൊടാതെ വിഴുങ്ങാനേ എന്നെ കൊണ്ട് പറ്റില്ല. 1000 തവണ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തൊരു ജന്മം. ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കിക്കൂടെ? എന്താ നോക്കുന്നേ? ആപ്പിൾ വേണോ? രണ്ടു 4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാൻ. കേട്ടിട്ടില്ലേ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന? അതാ ഇപ്പൊ നെല്ലിശ്ശേരി സേതുമാധവന്റെ അവസ്ഥ. നെല്ലിശ്ശേരിയിൽ രാജാവായി വാണ സേതുമാധവൻ ഇപ്പതേ ലോക്കപ്പിനുള്ളിൽ കിടക്കുന്നു. എന്റെ കൃഷ്ണ, എനിക്ക് നീ ഇങ്ങനെ സന്തോഷങ്ങൾ തന്നോണ്ടിരിക്കുകയാണല്ലോ. ഇതുവരെ കണ്ടതുപോലെ അല്ലേ നീ? കളിയെ കലാശക്കൊട്ടിലേക്കാ. അന്ന് ഞാൻ പൂട്ടിയിട്ടടത്ത് നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പതേ എന്റെ കാൽക്കീഴിൽ എന്റെ നിയന്ത്രണത്തിൽ തന്നെ കഴിയേണ്ടി വരുന്നു. എടോ മണ്ടം ഭർത്താവേ, നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ പതനം, എല്ലാവരാലും വെറുക്കപ്പെട്ട അർച്ചനയുടെ പടിയിറക്കം, പിന്നെ സേതുമാധവൻ കെട്ടിയുയർത്തിയ നെല്ലിശ്ശേരി വീടിന്റെ പതനം. എന്റെ ഈ 3 സ്വപ്നങ്ങളും നടക്കാൻ ഇനി അധികം താമസമില്ല. എല്ലാം നടന്നു കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും.